ഫ്രണ്ട്സ്, നമ്മൾ കുറേ നാളെയാണ് കേട്ടോ ലോങ് വീഡിയോ ഇട്ടിട്ട്. ഇത് നമുക്ക് കൊഞ്ചിൻ്റെ തലയാണ്. നമുക്കത് ചെറിയ രീതിയിൽ പെരട്ടായിട്ട് വെക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കൊഞ്ച് ഫ്രൈയും കൂടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് പോകാവേ. നമുക്ക് വറക്കാനുള്ള മസാല ഇടാവേ. ആദ്യം കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞ് കുറച്ച് മല്ലിപ്പൊടി, നമുക്ക് കുറച്ച് ഗരം മസാല ഇടാം. മസാലപ്പൊടി കേട്ടോ. കുറച്ച് നമുക്ക് ഉപ്പും കൂടെ ഇടാം. ഉപ്പ് നോക്കി വേണം കേട്ടോ ഇടാൻ. ഉപ്പ് കുറവാണെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ ഇനി എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സാക്കാം. അങ്ങനെ നമ്മുടെ കൊഞ്ച് വേവിക്കാൻ വെച്ചത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇത് വെള്ളം പറ്റുന്ന ഇവിടെ നിരിക്കട്ടെ. അതിന് ശേഷം നമുക്ക് ഓഫാക്കാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. കൊഞ്ചിൻ്റെ തലക്കറി വെക്കാൻ വേണ്ടി കടുകെല്ലാം പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമുക്കതിന് ശേഷം വേണം നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കേണ്ടത്. നമുക്കിനി ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തോനെ ഉണ്ടെന്ന് വിചാരിക്കും. ഇതൊന്ന് വാടി വരുമ്പോൾ കുറച്ചേ കാണത്തുള്ളൂ. അതുകൊണ്ട് ഇത്രയും ചുമന്ന് ഞാൻ എടുക്കും. ചുമന്നുള്ളി എളുപ്പത്തിൽ തൊലിക്കാൻ വേണ്ടി തലയും വാലും കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് ഞെങ്ങിയെടുക്കുമ്പോൾ പെട്ടെന്ന് തൊലി കളഞ്ഞിട്ടും കേട്ടോ. മെനക്കെട്ടത് തൊലിക്കാൻ നിൽക്കണ്ട. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്തെടുത്തത്. പച്ചമുളക് കൂട്ടരുത്. ഞാൻ 3 പച്ചമുളക് ഇടുന്നത്. നമ്മുടെ ഉള്ളിയെല്ലാം നല്ല രീതിയിൽ വാടി ഇറക്കുന്നുണ്ടോ. നമ്മൾ നേരത്തെ ഭയങ്കര തോന്നയായിരുന്നു. അപ്പോൾ വാടി വരുമ്പോൾ ഒന്നും കണ്ടിട്ടിപ്പൂര. അപ്പോൾ നമുക്ക് ഞാനൊരു 2 തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. നമ്മളിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. നമ്മുടെ സവാളയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് എല്ലാം നല്ല രീതിയിൽ വഴനായിട്ടുണ്ട്. നമുക്കിന്നത്തെ മസാല ഇടാം. ആദ്യം മുളക് പൊടി കുറച്ചിടണം. അതിന് മല്ലിപ്പൊടി, അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മസാലപ്പൊടി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സാക്കി. എണ്ണ നല്ല രീതിയിൽ ചൂടായപ്പോൾ ഞാൻ കൊഞ്ചിട്ടിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ദോശയും കൂടെ ഒന്ന് ചുട്ടെടുക്കാം. വേണ്ട ദോശയും അങ്ങനെ ആയിട്ടുണ്ടേ. നമ്മുടെ കൊഞ്ച് ഫ്രൈയും കൊഞ്ച് തലക്കറിയും ദോശയെല്ലാം റെഡിയാക്കി ആയിട്ടുണ്ട്. നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇനി ഞാൻ ഏട്ടൻ്റെ കയ്യിലോട്ടാണ് കൊടുക്കുന്നത്. ഏട്ടൻ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം അറിയണേ. ഏട്ടൻ കഴിക്കാനൊക്കെ തുടങ്ങി. അത് ദോശ തിന്ന് നോക്കി. അതിന് ശേഷം കൊഞ്ച് ഫ്രൈയും കഴിക്കണം. ഏട്ടനെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ ബാക്കിയൊക്കെ എനിക്കാണ് കേട്ടോ തരുന്നത്. ഞാനത് കഴിച്ചു നോക്കിയപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ ബൈ, സീ യു.